Hello, my CA industry buddies. Are you going to write this September 2024 exams? Then this video is for you. അപ്പോൾ നമ്മൾ സെപ്റ്റംബർ എക്സാംസിന് ഇനി ആകെ കുറച്ച് ദിവസമുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇനി വരുന്ന സമയങ്ങൾ നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണം, ഇതാണ് നമ്മൾ ബേസിക്കലി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എത്ര ദിവസം സ്പെൻഡ് ചെയ്യണം എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, എന്തോ കാര്യങ്ങൾ അതിൽ നോക്കണം അല്ലെ. അങ്ങനെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അനാലിസിസ് ചെയ്യാം, എങ്ങനെ നമുക്ക് ടാക്സേഷൻ പേപ്പർ ക്രാക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ റെക്കോർഡ് ക്ലാസ്സസിൻ്റെ ഇതിലൊക്കെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട്. 85 ഒക്കെ സ്കോറൊക്കെ ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് ബേസിക്കലി എന്ത് ചെയ്യാം, ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ ആദ്യം GST വെച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. GST വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ GST വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് GSTൻ്റെ ചാപ്റ്റേഴ്സ് എത്ര ദിവസം സ്പെൻഡ് ചെയ്യണം ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ഒരു ദിവസം എന്ന് പറയുമ്പോൾ മിനിമം ഒരു 6 hours എങ്കിലും സ്പെൻഡ് ചെയ്യണ്ടോ, അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ദിവസം ഇരുന്നു ആകെ ഒരു മണിക്കൂർ കൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. സോ യു ഹാവ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 6 hours. അതാണ് നമ്മൾ ഒരു ദിവസം. ഓക്കെ, ദാറ്റ് ക്യാൻ ബി മോർണിംഗ് ഓർ ഈവനിങ്, വട്ടെവർ ടൈംസ് യു ടു. സോ ദാറ്റ്സ് വാട്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്. അബ്സല്യൂട്ട്ലി നോട്ട് റെലവൻറ്റ് ഫ്രം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. നമ്മളെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നോക്കുകയാണെങ്കിൽ അല്ലേ, അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നോക്കേണ്ടത് GST കൗൺസിലൊക്കെ വെറുതെ നോക്കി പോയിക്കൊണ്ടു. GST കൗൺസിൽ അതിൻ്റെ ഫംഗ്ഷനൊക്കെ വെറുതെ നോക്കുക. ബട്ട് സ്റ്റിൽ നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫ്രം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ ഞാൻ ഒരു ഡേ പോലും അതിന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറയില്ല. സോ ദാറ്റ് യു ക്യാൻ ജസ്റ്റ് ഓക്കെ സ്കിപ്പ് ഇറ്റ് ഓഫ് ഇഫ് യു വാണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് കഴിഞ്ഞു. ഒരു ദിവസം പോലും ഞാൻ സ്പെൻഡ് ചെയ്യുന്നില്ല. കഴിഞ്ഞില്ലേ, സെറ്റാണ്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് സപ്ലൈ ചാപ്റ്റർ ആണ്. ഓക്കെ, വി ഹാവ് ദിസ് സപ്ലൈ ചാപ്റ്റർ ആൻഡ് ഫോർ ദിസ് സപ്ലൈ ചാപ്റ്റർ യു ഹാവ് ടു സ്പെൻഡ് ഓൺലി 0.5 days. അതായത് ഒരു 3 hours സ്പെൻഡ് ചെയ്താൽ മതി. കാരണം വെച്ചാൽ അതിൽ നമുക്ക് മെയിനായിട്ട് അതിൽ പഠിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, സപ്ലൈ ചാപ്റ്ററിൽ വാട്ട് യു ഹാവ് ടു മെയിൻലി അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് അതിൽ ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 3 ഇതാണ് അതിൽ ചോദിക്കാൻ പറ്റുന്ന ആകെ ഒരു ഏരിയ. ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 3, ഷെഡ്യൂൾ 1 ആൻഡ് ഷെഡ്യൂൾ 3. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ 1 ആൻഡ് ഷെഡ്യൂൾ 3 ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു മെയിൻലി സ്റ്റഡി ഇൻ ദിസ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് കോമ്പോസിറ്റ് മിക്സഡ് സപ്ലൈ അതും കൂടെ അത് പഠിക്കുക. ഇതാണ് മെയിനായിട്ട് പഠിക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പറയാം. ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 3. ഓക്കെ, ഇനി അതിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ഏത് ക്വസ്റ്റ്യനാണ് നിങ്ങളതൊന്ന് വർക്കൗട്ട് ചെയ്യേണ്ടത് അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ. അതർവൈസ് യു ഹാവ് ടു അറേഞ്ച് ദിസ് ക്വസ്റ്റ്യൻ ബാങ്ക് ഓർ എനി അതർ എന്താണ് ഒരു അങ്ങനത്തെ എന്തെങ്കിലും സ്കാനർ നിങ്ങളുടെ കയ്യിൽ വേണം. ഒക്കെ നിർബന്ധമായിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ചാൽ, നിർബന്ധമായിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങളുടെ RTP May 24 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്, അത് ചെയ്യാം. പിന്നെ ദിസ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതായത് നമ്മുടെ ഒരു November 28 6 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. സോ 3 hours ഇസ് ഇനഫ്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞു സപ്ലൈ ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ അടുത്ത പോകുന്നത് നമ്മുടെ ചാർജിങ് ചാപ്റ്ററിലേക്കാണ്. 1.5 days വേണം. ഓക്കെ, 1.5 days വേണം. അതങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ചാർജിങ് ചാപ്റ്ററിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ സപ്ലൈ ചാപ്റ്ററിൽ മെയിനായിട്ട് വി ഹാവ് ടു ഡിസ്കസ് ഓൺലി ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 3. ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമ്മൾ കോമ്പോസിറ്റ് മിക്സർ സപ്ലൈ കൂടെ കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ് അല്ലേ, അത് മതി. ഇത് നമ്മൾ ചാർജിങ് ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് അതിൽ മെയിനായിട്ട് ഞാൻ ഈ 1.5 days ഒരു 6 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് RCM-നാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത്രയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യണം, നിർബന്ധമായിട്ട് സ്പെൻഡ് ചെയ്യണം. കാരണം ഈ RCM പല ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വെറുതെ വായിച്ചിടും. പിന്നെ മാത്രമല്ല ഈ RCM പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യേണ്ടത്, RCM മാത്രം പഠിക്കുകയല്ല ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട എക്സംഷനും കൂടെ പഠിക്കണം. അതുകൊണ്ടാണ് 6 മണിക്കൂറാവെന്ന് പറയാൻ കാരണം. 6 1.5 ദിവസമാകാൻ കാരണം. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ GTA പഠിക്കുമ്പോൾ എക്സംഷൻ ചാപ്റ്ററിൽ അതുമായി ബന്ധപ്പെട്ട കുറേ എക്സംഷൻസ്. ഇപ്പോൾ എക്സാമ്പിൾ GTA എന്താണ്, ചില സ്പെസിഫൈഡ് ഗുഡ്സ് എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ എക്സംപ്റ്റ് ആണ്, അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കണം. അല്ലെങ്കിൽ നമ്മുടെ അഡ്വക്കേറ്റിൻ്റെ RCM പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എക്സംഷനും നിങ്ങൾ പഠിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ അനാലിസിസ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി പറ്റുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ട ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ടൈം ഉണ്ടെങ്കിൽ വിൽ ഡു ദാറ്റ്. ഓക്കെ, സോ ഏതായാലും അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു 1.5 ദിവസം. ഇനി 1.5 ദിവസം കഴിഞ്ഞാൽ ഒരു ദിവസം നിർബന്ധമായിട്ട് സ്പെൻഡ് ചെയ്യണം. വേണമെങ്കിൽ നമുക്ക് 0.5 days കട്ട് ചെയ്യാം. ഓക്കെ, 1 day നിർബന്ധമായിട്ട് 6 മണിക്കൂറൊക്കെ പഠിക്കാൻ നിർബന്ധമായിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് RCM മാത്രമല്ല, പിന്നെ അതിലെന്ത് പഠിക്കണം, ECO അല്ലേ. അതിലൊരു ECO ട്രാൻസാക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ദിസ് ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. കാരണം ECO GST അടയ്ക്കേണ്ട 5 കേസ് നോർമലി നമുക്കറിയാം, സപ്ലൈ GST അടയ്ക്കാം. പക്ഷേ ECO GST അടയ്ക്കേണ്ട 5 കേസ് ഉണ്ട് ദാറ്റ് അല്ലേ. അപ്പോൾ അതും പഠിക്കാം.
അപ്പോൾ ഞാൻ പറയാൻ കാരണം വെച്ചാൽ RCM പഠിക്കുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ വെറുതെ ആ ലിസ്റ്റ് ഇങ്ങനെ പഠിച്ചു. അതുകൊണ്ട് കാര്യമില്ല. ആ ലിസ്റ്റിൽ ഒരുപാട് ട്വിസ്റ്റും ടേൺസും ഒളിഞ്ഞു കിടപ്പുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയുക മുറിച്ച് കീറി നിങ്ങൾ പഠിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു ഡു. അപ്പോൾ അതിന് മിനിമം 1 day അല്ലെങ്കിൽ മാക്സിമം 1.5 days, അതിന് മുകളിൽ വേണ്ട. അപ്പോൾ 1 day മതി. അതിൽ നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് വെച്ചാൽ ചാർജിങ് ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് മെയിനായിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഇപ്പോൾ എന്താ പറയുക, ഓക്കെ, അതിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ 25-26, ഒരു മിസ്റ്റർ പ്രിയം, മിസ്റ്റർ വിക്കി ഫ്രാങ്കിൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ബാങ്ക് പിന്നെ ഉണ്ടെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള ആളുകളാണ് മെയിനായിട്ട് പറയുന്നത്. ഇല്ലാത്തവർ എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ എവിടുന്നേലൊക്കെ സംഘടിപ്പിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 27 ഉണ്ട്. പിന്നെ ഓക്കെ 27, ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ CA ഫൈനലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് മുമ്പ് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ ഇൻ്റർലേക്ക് തട്ടിയതാണ്. അപ്പോൾ അതും ചെയ്യുക. ദിസ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനും ചെയ്യാം. പിന്നെ നിങ്ങൾ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്, ഒരു 1 day നിർബന്ധമായിട്ടും വേണ്ടി വരും. സോ ദിസ് ഇസ് വാട്ട് ചാർജിങ്, അല്ലേ? അപ്പോൾ നമ്മൾ ചാർജിങ്ങിൽ, അപ്പോൾ നമ്മൾ സപ്ലൈ എന്ത് മാത്രം പഠിക്കുക, ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 3. ചാർജിങ്ങിൽ എന്താ പഠിക്കുക, നമ്മൾ ജസ്റ്റ് നമ്മളുടെ എന്താ പറയുക RCM ആൻഡ് ECO, ഈ 2 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. പിന്നെ നമുക്ക് രജിസ്ട്രേഷൻ ചാപ്റ്ററാണ്, ഒരു ദിവസം നിർബന്ധമായിട്ട് വേണം, കാരണം അതിൽ കുറേ പ്രൊസീജിയറൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ രജിസ്ട്രേഷനിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, സോ ലെറ്റ്സ് ഗോ ടു ദിസ്, വേർ ഇസ് രജിസ്ട്രേഷൻ എവരിവൺ, ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷനിൽ വരുന്ന സമയത്ത് അതിൽ മെയിനായിട്ട് ആദ്യം പഠിക്കേണ്ടത് 22, അല്ലേ? നമ്മളെ 22 പഠിക്കുക. ആരൊക്കെയാണ് പേഴ്സൺ ലയബിൾ ഫോർ രജിസ്ട്രേഷൻ, നമുക്ക് ആ ത്രെഷോൾഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, യു ഹാവ് ടു സ്റ്റഡി 23 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് 24. അപ്പോൾ മെയിനായിട്ട് ചാപ്റ്റർ പഠിക്കേണ്ടത് 22-24, ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്, 22 ആൻഡ് 24, അല്ലേ? ഈ 2 കാര്യങ്ങൾ മെയിനായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രൊസീജിയേഴ്സ്. ഓക്കെ, അതിൽ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്, നമ്മളുടെ എങ്ങനെ രജിസ്ട്രേഷൻ എടുക്കണം. അതിൽ എല്ലാം കൂടെ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഇപ്പോൾ ഈ ഫർണിഷിങ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. പിന്നെ ആധാർ ഒതൻറ്റിക്കേഷൻ്റെ കേസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. പിന്നെ അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ടൈം ലിമിറ്റ് പഠിക്കുക, അതായത് എത്ര ദിവസം കൊണ്ട് അപ്രൂവൽ കിട്ടും, അല്ലെ വിത്തിൻ 7 working days എന്ന് പറഞ്ഞിട്ട് അത് പഠിക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഡീംഡ് രജിസ്ട്രേഷൻ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാം പഠിക്കണം, അല്ലേ? ഡീംഡ് രജിസ്ട്രേഷൻ പഠിക്കുക. പിന്നെ അതിൽ എഫക്റ്റീവ് ഡേറ്റ് എല്ലാവർക്കും കുറേ ഉണ്ടാവും, അതും പഠിക്കുക. എഫക്റ്റീവ് ഡേറ്റ് രജിസ്ട്രേഷൻ പഠിക്കുക. പിന്നെ നിങ്ങളതിൽ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ CTP NRTP, കാഷ്വൽ ടാക്സ് പേഴ്സണും NRTP നിങ്ങൾക്ക് അറിയുന്നുണ്ട് വിചാരിക്കുന്നു, അല്ലേ? അപ്പോൾ അതും എന്ത് ചെയ്യുക, ബേസിക്കലി അതും പഠിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വാട്ട് യു ടു ഡു ഈസ് അമെൻമെൻറ്റ്, അല്ലേ? അമെൻമെൻറ്റും അവർക്ക് ചോദിക്കാം, അമെൻമെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ പഠിക്കണം. പിന്നെ ക്യാൻസലേഷനിൽ ഈ കാര്യങ്ങൾ, ക്യാൻസലേഷൻ ബൈ ദ പ്രോപ്പർ ഓഫീസർ, ഈ സിറ്റുവേഷൻസ് പഠിച്ചാൽ മതി. ബാക്കി പ്രൊസീജിയറൊന്നും വല്ല നോക്കണ്ട. പക്ഷേ ആ പ്രോപ്പർ ഓഫീസർ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് 2 തവണയായിട്ട് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ദാറ്റ് യു ഹാവ് ടു ലേൺ. അത്രേ ഉള്ളൂ, അത്ര മാത്രം പഠിക്കുക. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞത്, ഒരു ദിവസം നിങ്ങൾ നിർബന്ധമായിട്ട് മാറ്റി വെക്കണം രജിസ്ട്രേഷനിൽ. അതിൽ കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് ഒന്ന് ഇത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മിസ്റ്റർ വിഷ്ണു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക, കാരണം അതിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ ഡീസലൊക്കെ ആഡ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 39 ക്വസ്റ്റ്യൻ ചെയ്യാം. പിന്നെ പ്രൊസീജിയേഴ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രൊസീജിയർ പിന്നെ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, 45 ഒരു RTP ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ദാറ്റ് യു ക്യാൻ ഡു. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, ദിസ് വൺ ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എക്സാമിൽ നല്ലൊരു അടിപൊളി ക്വസ്റ്റ്യൻ, അത് മാത്രമേ ഉള്ളൂ, അത് ചെയ്യാം. പിന്നെ 59, ദിസ് വൺ ഈസ് ആക്ച്വലി ഗുഡ് ക്വസ്റ്റ്യൻ, അത് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ദിസ് വൺ ആൾസോ ഗുഡ് ക്വസ്റ്റ്യൻസ്, ക്യൂ ലിമിറ്റഡ്. കാരണം എല്ലാ ക്വസ്റ്റ്യനും കൂടി ചെയ്യാൻ നിൽക്കുന്നുണ്ട്, കാരണം ടൈം ഉണ്ടാവില്ലേ. ഓക്കെ, ഇനി ടൈം ഉണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്താൽ കുഴപ്പമില്ല. പിന്നെ ഏത് ചെയ്യാം, ദിസ് വൺ ആൾസോ യു ക്യാൻ ഡു. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ വാട്ട് യു ക്യാൻ ഡു ഈസ് ദിസ് ആൾസോ, ദിസ് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ രജിസ്ട്രേഷൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാണ്ട്, അതുകൊണ്ടാണ് 1 day മാറ്റി വെക്കാൻ പറഞ്ഞത്. കാരണം നിങ്ങൾ വേറെ കാര്യം ചെയ്യുന്ന സമയത്ത്, ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, വെറുതെ ആൻസർ ചെയ്യല്ലോ, കറക്റ്റ് എക്സാമിൽ എഴുതുന്ന പോലെ പഠിക്കണം. ഒരു തവണ അങ്ങനെ ചെയ്യണം,
നിർബന്ധമായിട്ട് അങ്ങനെ ചെയ്യണം. അപ്പോൾ അതിന് എത്ര ടൈം എടുത്താലും കുഴപ്പമില്ല. ഒരു തവണ എക്സാമിൽ എഴുതുന്ന പോലെ കറക്റ്റ് പ്രസൻറ്റേഷൻ ചെയ്ത് പഠിക്കണം. നമുക്ക് പല ആളുകളുടെ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെയും റഫായിട്ട് ചെയ്യും. ഇതെന്താ വിചാരിക്കുക, എക്സാം ആൾ പോയിട്ട് എല്ലാം സെറ്റാക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ഒരിക്കലും സെറ്റാവില്ല. കാരണം നിങ്ങൾ ഒരിക്കലും എക്സാമിൽ നിന്ന് പുതിയൊരു മനുഷ്യനായിട്ട് ജനിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ദാറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, നിങ്ങൾ കറക്റ്റായിട്ട് പ്രസൻറ്റേഷനൊക്കെ സെറ്റാക്കി ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ് വൺ അടുത്ത ചാപ്റ്റർ ഇതാണ്. അപ്പോൾ രജിസ്ട്രേഷൻ നമുക്ക് ഒരു ദിവസം മാറ്റി വെച്ചു. പിന്നെ ഈ കോമ്പോസിഷൻ സ്കീം എന്നുള്ളത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബുക്ക് നോക്കുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് ചാപ്റ്റർ അല്ല. ഞാനത് സെപ്പറേറ്റ് ചാപ്റ്ററാക്കി മാറ്റിയതാണ്. അതിൻ്റെ ഒരു എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കാരണം ഞാനതൊരു സെപ്പറേറ്റ് ചാപ്റ്ററാക്കി മാറ്റിയതാണ്. അതിന് നിങ്ങൾ മാറ്റേണ്ട ഒരു 0.5 days മാറ്റുക. കാരണം അതിൽ കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാണ്ട്. അപ്പോൾ ഒരു 3 മണിക്കൂർ എങ്ങനെ വേണ്ടി വരും, അത് തിയറി കറക്റ്റായിട്ട് സെറ്റാക്കുക. അതിൽ ആ മെയിനായിട്ട് ആ കണ്ടീഷൻസ് ഒക്കെ കറക്റ്റായിട്ട് പഠിക്കാം. ഒരു കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ വാട്ട് ആർ ദ കണ്ടീഷൻസ് ഒക്കെ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ അല്ലേ, പിന്നെ ആ പെർസെൻറ്റേജ് ഒക്കെ ഓർത്തിരിക്കുക. 3% പഠിക്കുക. പിന്നെ നമ്മുടെ സർവീസ് പ്രൊവൈഡറിൻ്റെ സ്കീം അതും. അപ്പോൾ തിയറി പഠിക്കുക. തിയറി പഠിക്കാൻ ഒരു 1.5 hours ഒക്കെ മാക്സിമം വേണ്ടി വരുള്ളൂ. പിന്നെ അതിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം അല്ലേ. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. കോമ്പോസിഷൻ സ്കീമിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം മെയിനായിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ യു ഹാവ് ടു വർക്കൗട്ട് വാട്ട് ആർ ദ ക്വസ്റ്റ്യൻസ് എവരി വൺ. നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ പിന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യാം. കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ്. ഇത് നല്ലൊരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി നല്ലൊരു ക്വസ്റ്റ്യനാണ് 71. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ദിസ് ഇസ് വൺ അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. 73 അത് ചെയ്യണം. പിന്നെ 75 ചെയ്യണം, നല്ല ക്വസ്റ്റ്യനാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ചെയ്യേണ്ടത് 79 ചെയ്യണം. അത് പുതിയത് ആഡ് ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ്, ന്യൂലി ആഡഡ് ക്വസ്റ്റ്യൻ. പഴയ ക്വസ്റ്റ്യൻ ബാങ്കാണ് കയ്യിലെങ്കിൽ ഇതൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല നല്ല ഉണ്ടാവില്ല. ഇതൊക്കെ പുതിയതായിട്ട് ആഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഓൾസോ യു ഹാവ് ടു വർക്കൗട്ട്. ഫൈൻ, സെറ്റ്. അപ്പോൾ അതാണ് കോമ്പോസ് സ്കീമിൽ നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് എക്സംഷൻ ചാപ്റ്ററിൽ 1.5 days വേണം. 1.5 days എന്ന് പറഞ്ഞാൽ ഒരു 1 day തിയറിക്കും ഒരു 0.5 day ക്വസ്റ്റ്യൻസിന് മാറ്റി വെച്ചാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് പോയിക്കൊന്ന്, അതാണ് നല്ലത്. ഇപ്പോൾ എക്സംഷൻ ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് എക്സംഷൻ പഠിക്കാനുണ്ടെങ്കിൽ കൂടെ എല്ലാം കൂടെ ഒന്നും പഠിക്കണ്ട, കുറച്ചൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ അതിൽ നമ്മൾ ചാരിറ്റബിളിൽ എന്താ പഠിക്കേണ്ടത് വെച്ചാൽ ഈ ചാരിറ്റബിൾ ആക്ടിവിറ്റി പഠിച്ചു വെക്കുക. അതാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ക്ലാരിഫിക്കേഷൻ ഒക്കെ സമയം ഉണ്ടെങ്കിൽ വായിക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഇതും പഠിക്കുക. ഈ റെൻറ്റിൻ്റെ ഒരു കേസ് ഉണ്ട് അല്ലേ, അപ്പോൾ അതും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദെൻ യു ഹാവ് ടു ഈ ഒരു റിക്രിയേഷൻ, കോച്ചിങ് റിക്രിയേഷൻ അതും പഠിക്കുക. പിന്നെ അഗ്രികൾച്ചറിൻ്റെ കേസിൽ ഒന്ന് വെറുതെ ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു സമ്മറി ആയിട്ട് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വേണ്ട ആവശ്യമില്ല. ഇത് സമ്മറി ആയിട്ട് റിയറിങ് ഓഫ് ആനിമൽസ് അല്ലെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻസ് അങ്ങനെ ഒരു 1 time റീഡിങ് വെറുതെ ഒന്ന് വായിച്ചുവിടാം. നമുക്ക് ക്വസ്റ്റ്യനിൽ കാണുന്ന അതുപോലെ എക്സംഷൻ ചാപ്റ്ററിൽ പലരും ചോദിക്കാറുണ്ട്, സാർ ഇത്രയും വലിയ ചാപ്റ്റർ എങ്ങനെ കാണാതെ പഠിക്കുക? ഒരിക്കലും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. എക്സംഷൻ ചാപ്റ്റർ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇത് നമുക്ക് ആകെ അറിയേണ്ടതെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് അതിൽ നമുക്ക് പിന്നെ ഈ ഒരു സംഭവം എക്സംപ്റ്റ് ആണോ എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതിന് നമുക്ക് വായിച്ച ഒരു പരിചയം മതി, അപ്പം മനസ്സിലാക്കി വായിച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് 1 time റീഡിങ് കൊടുക്കുക. ക്ലാരിഫിക്കേഷൻ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഇത് വേണമെങ്കിൽ ഓർത്തിക്കുക, ഒരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഈ പ്രീ കണ്ടീഷനിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എക്സംപ്റ്റ് ആണ്, അതും കൂടെ ഓർത്തിക്കുക. എഡ്യൂക്കേഷൻ മസ്റ്റ് റീഡ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ നോ ഡൗട്ട് ഇൻക്ലൂഡിങ് ക്ലാരിഫിക്കേഷൻ എല്ലാം വായിക്കണം, അതിൽ നോ എക്സ്ക്യൂസ്. ഓക്കെ, പിന്നെ ഉള്ളത് ഹെൽത്ത് കെയർ സർവീസ് ആണ്. അല്ല ഹെൽത്ത് കെയർ സർവീസിൻ്റെ മീനിങ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ അതിൽ ഒരു റൂം റെൻ്റ് ഉണ്ട്, അതും ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു ഫുഡിൻ്റെ കേസ് ഉണ്ട്, അതും ഓർത്തിരിക്കുക. ഓക്കെ, ദിസ് ഇസ് എ മെയിൻ തിങ്. റെൻറ്റിങ് ഓഫ് റൂം അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു അതർ ദാൻ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലേ, ഞാൻ തിയറി ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, അപ്പോൾ അത് ഓർത്തിരിക്കുക. സർവീസ് ബൈ ഗവൺമെൻറ് ഇഫ് യു വാണ്ട് യു കെൻ സ്കിപ്പ്. ഓക്കെ, അതിൽ ഞാൻ പിന്നെ എൻ്റെ ബുക്ക് കയ്യിലുണ്ടെങ്കിൽ ഞാൻ അതിലൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ടാവും, ഒരു കംപ്ലീറ്റ് ചാർട്ട്. അപ്പോൾ അത് ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, അതൊന്ന് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം പിന്നെ വായിക്കുക. അതിനപ്പുറത്തേക്ക് വേണ്ട. ബട്ട് സർവീസസ് ടു ഗവൺമെൻറ് നിർബന്ധമായിട്ട് പഠിക്കണം. സർവീസസ് ടു ഗവൺമെൻറ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ കൺസ്ട്രക്ഷനിൽ ഈ ഒരു ചാർട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ചാർട്ട് ഓർത്തിരിക്കുക. ആൻഡ് ഈ ഓതേഴ്സ് നോട്ട് ഓർത്തിരിക്കുക. അതാണ് നിങ്ങൾ കൺസ്ട്രക്ഷനിൽ മെയിനായിട്ട് പഠിക്കേണ്ടത്. പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ദേ ക്യാൻ ആസ്ക്. അതുകൊണ്ട് അത് ഞാനിവിടെ കുറേ ചാർട്ട് കൊടുത്തിട്ടുണ്ട്, ആ ചാർട്ട് വായിച്ച് പോയാൽ മതി. ഓക്കെ, നിങ്ങൾ ഏതാണ് ബുക്ക് വായിക്കുന്നത് അത് ചുരുക്കി വായിക്കുക, ചുരുക്കി ഒന്ന് പഠിക്കുക. അപ്പോൾ അതും വേണം. ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ വേണം, അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ ബാങ്കിങ് സർവീസ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇൻട്രസ്റ്റ് എല്ലാം എക്സംപ്റ്റ് ആണ്, ചാർജസ് എല്ലാം ടാക്സ്ഡ് ആണ്. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും പഠിച്ചു വെക്കുക. സമയം ഉണ്ടെങ്കിൽ ആ ടേബിളൊക്കെ വായിച്ചു വെക്കുക. ക്ലാരിഫിക്കേഷൻ നിങ്ങൾ പോകണ്ട, ജസ്റ്റ് ആ ടേബിൾ വായിച്ചാൽ മതി.
പിന്നെ ബിസിനസ് ഫെസിലിറ്റേറ്റേഴ്സിൻ്റെ ഈ ഒരു കാര്യം മാത്രം പഠിച്ചു പോയാൽ മതി. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ബട്ട് ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. റെൻറ്റിങ് ഓഫ് മോട്ടോർ വെഹിക്കിൾ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ പഠിക്കണം. പിന്നെ ലീഗൽ സർവീസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ നിങ്ങൾ RCMൻ്റെ കൂടെ പഠിക്കേണ്ടതുണ്ടോ. RCM പഠിക്കുമ്പോൾ തന്നെ ഇതും അതിൻ്റെ കൂടെ പഠിക്കണം. പിന്നെ സ്പോർട്സ് റിലേറ്റഡ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ പെർഫോമൻസ് ബൈ ആർട്ടിസ്റ്റ് ആൾസോ ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി. പിന്നെ റൈറ്റ് ടു അഡ്മിഷൻസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി. പിന്നെ ഇതിൽ ഈ ഒരു സാധനം, ഏത് സാധനം, നമ്മളുടെ ഈ എന്താ പറയുക, ഓക്കെ, നമ്മളുടെ എന്താ എൻ്റെ പേര്, അൺഇൻകോർപ്പറേറ്റഡ്, നമ്മുടെ ഈ സൊസൈറ്റീസ് ഉണ്ടാവില്ലേ, ഹൗസിംഗ് സൊസൈറ്റി, പിന്നെ മനസ്സിലെ ഹൗസിംഗ് സൊസൈറ്റി ഈ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാധനം, അത് ഇൻക്ലൂഡിങ് ദിസ് ക്ലാരിഫിക്കേഷൻ, അത് നിർബന്ധമായിട്ട് പഠിക്കണം. ദേ കൻ ആസ്ക്. ഓക്കെ, അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ അതർ എക്സംഷൻസിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അത് മതി, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ പിന്നെ അതിൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻസ് നമ്മൾ വരുന്ന സമയത്ത് വി ഹാവ് ടു, ഓക്കെ, എക്സംഷനിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ചാറ്റബിളിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. പിന്നെ അഗ്രികൾച്ചറിൻ്റെ ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്തു. ഇതിൽ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, രണ്ടും ചെയ്യേണ്ട. എഡ്യൂക്കേഷനിൽ ഞാൻ കുറച്ച് നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പഴയ ക്വസ്റ്റ്യൻ ബാങ്ക് ആണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. 87ഉം 88ഉം ചെയ്യട്ടെ, നല്ല ക്വസ്റ്റ്യൻ ആണ്, അത് വർക്കൗട്ട് ചെയ്യാൻ. കാരണം ഫൈനൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഇങ്ങോട്ട് തട്ടിയതാണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഹെൽത്ത് കെയർ സർവീസിൽ ഇത് ഞാൻ പുതിയ ആഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, അത് വർക്കൗട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സർവീസ് ബൈ ഗവൺമെൻറ്റിൽ ഇത് ചെയ്യുക, ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ സർവീസസ് ടു ഗവൺമെൻറ്റിൽ 95 ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും നിങ്ങൾ ചെയ്യാൻ നിർബന്ധമില്ല. ബാങ്കിങ് സർവീസിൽ 3 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. പിന്നെ ലീഗൽ സർവീസ് പെർഫോമൻസ് ബൈ ആർട്ടിസ്റ്റിൽ 2 ഉണ്ട്, ഏതിലൊന്ന് ചെയ്യാം. പിന്നെ അതർ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ 114 ചെയ്യാം, അതൊക്കെ ന്യൂലി ആഡഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അപ്പോൾ അത് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതിനാണ് ഞാൻ 1.5 ദിവസം അതിന് മാറ്റി വെക്കാൻ പറഞ്ഞത്. സോ ഐ ഹാവ് ഇറ്റ് ക്ലിയർ. ഇനി നമുക്ക് വേണ്ടത് ടൈം ഓഫ് സപ്ലൈ അല്ലേ. ടൈം ഓഫ് സപ്ലൈ ആണ് നമുക്ക് അടുത്തത്. ടൈം ഓഫ് സപ്ലൈ ചാപ്റ്റർ നമുക്ക് ആകെ ഒരു 0.5 ഡേ മതി, ഒരു 3 മണിക്കൂർ അല്ലേ. 3 മണിക്കൂർ നമുക്ക് ടൈം ഓഫ് സപ്ലൈ തീർക്കാം. അപ്പോൾ ടൈം ഓഫ് സപ്ലൈയിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, നമുക്ക് 2 സെക്ഷൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം, 12 ഉണ്ട് 13 ഉണ്ട്. 12 ഗുഡ്സിൻ്റെയാണ്. വളരെ പെട്ടെന്ന് തിയറി, ഒരു മണിക്കൂറിനുള്ളിൽ തിയറി നമുക്ക് തീർക്കാൻ പറ്റുന്ന തിയറി ഉള്ളൂ അല്ലേ. ഞാൻ തിയറിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി ഞാനിതിൻ്റെ റിവിഷൻ ക്ലാസ് കുറച്ച് മുമ്പിട്ടതാണ്, അതിപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഒരു റിവിഷൻ ക്ലാസ് ഇതിലുണ്ട് കേട്ടോ യൂട്യൂബിൽ, നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് തപ്പിയാൽ മതിയിലുണ്ട്. പിന്നെ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഉണ്ട്, അതും ഇതേപോലെ തന്നെ ബേസിക്കലി പെട്ടെന്ന് നമുക്ക് തിയറി തീർക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഒരു മണിക്കൂർ മാക്സിമം അതിനുള്ളിൽ നമുക്ക് തിയറി തീർക്കാം. ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻസ് ടൈം ഓഫ് സപ്ലൈയിൽ നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അതിൻ്റെ ടൈം ഓഫ് സപ്ലൈയിൽ? ഓക്കെ, ടൈം ഓഫ് സപ്ലൈയിൽ 115 ചെയ്തോ. പിന്നെ അതുപോലെ തന്നെ അത് കുറേ ഞാനിതിൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതും 118 ചെയ്യാം. പിന്നെ 119 ചെയ്യാം. 119 വേണ്ട, അതിൻ്റെ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ 120 ചെയ്യാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് 127 നിർബന്ധമായിട്ട് ചെയ്യണം. 129 ചെയ്യാം. 130 ചെയ്യാം. പിന്നെ 130 ചെയ്യാം. 133 ഇത് പുതിയ ആഡ് ചെയ്ത ക്വസ്റ്റ്യനാണ്, നല്ല ക്വസ്റ്റ്യനാണ്. ഓക്കെ, അത് ചെയ്യാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് 137 നിർബന്ധമായിട്ട് ചെയ്യണം, നല്ല അടിപൊളി ക്വസ്റ്റ്യനാണ് 137. 138 നല്ല ക്വസ്റ്റ്യനാണ് ചെയ്യണം. 139 പുതിയ ആഡ് ചെയ്ത ക്വസ്റ്റ്യനാണ്, അതും ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊക്കെ കൂടുമ്പോൾ 3 മണിക്കൂർ ഡെഫിനറ്റ്ലി വേണ്ടി വരും. അപ്പോൾ ഒരു 3 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ടൈം ഓഫ് സപ്ലൈ കഴിഞ്ഞു. പിന്നെ വാല്യൂ ഓഫ് സപ്ലൈക്ക് നമുക്ക് 1/2 ദിവസം മതി, 3 മണിക്കൂർ മതി. കാരണം വാല്യൂ ഓഫ് സപ്ലൈൻ്റെ തിയറി വളരെ ഈസി ആയിട്ട് നമുക്ക് തീർക്കാൻ പറ്റുന്ന തിയറിയാണ്. ആകെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ 5 കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യണം, അതാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ തിയറിയിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യരുത്. പിന്നെ മൈനസ് ചെയ്യണം, ഡിസ്കൗണ്ട് മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിൻ്റെ തിയറി പഠിക്കുക. ദാറ്റ്സ് ഇറ്റ്. 5 കാര്യങ്ങൾ ആഡ് ചെയ്യുക, ഡിസ്കൗണ്ട് മൈനസ് ചെയ്യുക, അതാണ് തിയറി. പിന്നെ അതിൽ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ദാറ്റ് യു ഹാവ് ടു ക്ലിയർലി സ്റ്റഡി. അപ്പോൾ അതിൽ നോക്കുന്ന സമയത്ത് ഓക്കെ, വാല്യൂ ഓഫ് സപ്ലൈയിൽ ക്വസ്റ്റ്യൻസ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 145 ചെയ്യാം. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്,
അപ്പോൾ ഞാൻ കാരണം വെച്ചാൽ 3 മണിക്കൂർ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ ഒരു മണിക്കൂർ മതി തിയറിക്ക്, 2 മണിക്കൂർ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ 146 ചെയ്യാം, 147 വേണമെങ്കിൽ ചെയ്താൽ മതി, 148 ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ചെയ്യേണ്ടത് 151 ചെയ്യാം, 151 ചെയ്യാം, 152 വേണമെങ്കിൽ ചെയ്താൽ മതി, ചെയ്തോ, എന്നാലും കുഴപ്പമില്ല, 2 മണിക്കൂറില്ല, 2 മണിക്കൂറുണ്ട്, അപ്പോൾ ചെയ്തോ. പിന്നെ ഞാൻ പുതിയ ആഡ് ചെയ്ത ക്വസ്റ്റ്യനാണ് 153, 184, അത് നിർബന്ധമായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാല്യൂ ഓഫ് സപ്ലൈ നിങ്ങൾ ചെയ്യേണ്ടത്. സെറ്റ്. അപ്പോൾ നമുക്ക് ഒരു അര ദിവസം കൊണ്ട് വാല്യൂ ഓഫ് സപ്ലൈ തീർക്കാം. പിന്നെ നമുക്ക് പ്ലേസ് ഓഫ് സപ്ലൈ, അത് പുതിയ ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് പറഞ്ഞത്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം പെട്ടെന്ന് തീർക്കാൻ കഴിയുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പ്ലേസ് ഓഫ് സപ്ലൈ ഒരു ദിവസം സ്പെൻഡ് ചെയ്തോ. കാരണം അതിൽ ആദ്യം ഗുഡ്സിൻ്റെ പഠിക്കാനുണ്ട് അല്ലേ, സെക്ഷൻ 10 പഠിക്കാനുണ്ട്, ക്ലിയർ വൃത്തിയായിട്ട് പഠിക്കുക. പിന്നെ സെക്ഷൻ 12 വൃത്തിയായിട്ട് പഠിക്കുക, ഓരോ കേസും കയറി ഇറങ്ങി. പിന്നെന്താണ്, ഞാൻ നിങ്ങൾ ക്ലാസ്സൊക്കെ ഉണ്ടാവും, അതിൽ ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ വൃത്തിയായിട്ട് പഠിക്കുക. സോ ദാറ്റ് യു ഹാവ് ടു ക്ലിയർലി റീഡ് ആൻഡ് സ്റ്റഡി. അപ്പോൾ നല്ല വൃത്തിയായിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ദിവസം നിങ്ങൾ മാറ്റി വെച്ചോ തിയറി. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ കുറച്ച് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാം. ഇതിൽ എന്താ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് വെച്ചാൽ, ഈ സെക്ഷൻ 12 കുറേ സ്ഥലത്ത് പറയുന്നുണ്ട് റെസിപ്പിയൻ്റ് രജിസ്റ്റർഡ് ആണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെയായിരിക്കും, അൺരജിസ്റ്റർഡ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ പറയുന്നില്ല, രജിസ്റ്റർഡ് ആണെങ്കിലും അൺരജിസ്റ്റർഡ് ആണെങ്കിലും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ സമ്മറി ഉണ്ടാക്കണം. എവിടെയൊക്കെയാണ് രജിസ്റ്റേർഡ് പറയുന്നത്, എവിടെയൊക്കെയാണ് അൺരജിസ്റ്റേർഡ് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക, എവിടെയൊക്കെ രജിസ്റ്റേർഡ് പറയുന്നുണ്ട്, എവിടെയൊക്കെ രജിസ്റ്റേർഡ് പറയുന്നില്ല, അങ്ങനത്തെ ഒരു സമ്മറി നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. ഓക്കെ, സോ ദാറ്റ് യു ഹാവ് ടു ക്ലിയർലി എക്സസൈസ്. പിന്നെ അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ദിവസം തന്നിട്ടുണ്ട് പ്ലേസ് ഓഫ് സപ്ലൈക്ക്, അപ്പോൾ അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുക. പ്ലേസ് സപ്ലൈ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഞാൻ അതിൽ അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 155 മുതൽ ഒരു എത്രയുണ്ട്, 172 ക്വസ്റ്റ്യൻ, 172 വരെ ഉണ്ട് അല്ലേ. എല്ലാ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. അത് കാരണം വെച്ചാൽ അതിൽ നിന്ന് ഒരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് ആ ക്വസ്റ്റ്യൻസ് ഫുൾ വർക്കൗട്ട് ചെയ്യുക, നോ എക്സ്ക്യൂസ്. ഓക്കെ, ഫൈൻ. ദെൻ നമുക്ക് അടുത്ത പ്ലേസ് ഓഫ് സപ്ലൈ കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺസ് ചാപ്റ്ററാണ്. ഒരു 0.5 ഡേ മതി. റിട്ടേൺസ് ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടുതൽ വർക്കൗട്ട് ചെയ്യല്ല. അതിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് GSTR1, GSTR3B ആൻഡ് QRMP, ഇതാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ഏതൊക്കെയാണ്, ഒന്ന് GSTR1 പഠിക്കുക, GSTR1ൻ്റെ കൂടെ GSTR, അതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട്, ഞാൻ ഏതൊക്കെ പഠിക്കേണ്ടത് പറയുന്നില്ല. GSTR1 പഠിക്കുക, GSTR3B പഠിക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ ഈ QRMP പഠിക്കുക. പിന്നെ GSTR4 കൂടെ പഠിക്കുക കേട്ടോ. അതിൻ്റെ കൂടെ മെയിനായിട്ട് GSTR4 പഠിക്കുക ആൻഡ് CMP08 അല്ലേ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ പഠിക്കേണ്ടത്. പിന്നെ GSTR9 കൂടെ പഠിച്ചു, ആനുവൽ റിട്ടേൺ. പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ കുറച്ചുള്ളൂ, എല്ലാ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തു, ആകെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എക്സാം ക്വസ്റ്റ്യൻ എല്ലാം ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാം. ഒരു മണിക്കൂർ വേണ്ട, അരമണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉള്ളൂ, അത് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അതാണ് പറഞ്ഞത്, അതിനാകെ എത്ര മതി, ഒരു 0.5 ഡേ മതി. പിന്നെ നമ്മളെ മെയിൻ ചാപ്റ്റർ ITC, നിങ്ങൾ ഒരു GST ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഒരു 70% ക്വസ്റ്റ്യൻസും ITCയുമായിട്ട് ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി കണക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ITC ഇല്ലാത്തൊരു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ITCക്ക് നമ്മൾ ഒരു 1.5 ഡേയ്സ് നിർബന്ധമായിട്ടും നമ്മൾ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 0.5 ഡേ ഒഴിവാക്കില്ല, അത് ഇങ്ങോട്ട് എടുത്തോ, ഒരു 2 ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ITCക്ക് സ്പെൻഡ് ചെയ്യാം. അത്രയും നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ ITCൻ്റെ കേസിൽ നമ്മൾ ആദ്യം അല്ലേ, അവിടെ സെക്ഷൻ 16 പഠിക്കാനുണ്ട്. ഇപ്പോൾ സെക്ഷൻ 16 കണ്ടീഷൻസ് വളരെ ക്ലിയർ ആയിട്ട്, ഒരു ഡൗട്ടും വരാൻ പാടില്ല, ആ രീതിയിൽ എന്ത് ചെയ്യണം, കണ്ടീഷൻസ് പഠിക്കണം. കണ്ടീഷൻസ് നിർബന്ധമായിട്ട് പഠിക്കുക, വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ നമ്മളുടെ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് അല്ലേ, അതിൽ ബ്ലോക്ക്ഡ് ക്രെഡിറ്റും പഠിക്കുക. ഈ ബാങ്കിങ്ങിൻ്റെ കേസ് ഒന്ന് നോക്കിക്കോ, പക്ഷെ അത്ര ചോദിക്കാൻ ചാൻസ് ഞാൻ കാണുന്നില്ല. പക്ഷേ ബ്ലോക്ക്ഡ് ITC വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. അപ്പോൾ അത് പഠിക്കാൻ തന്നെ നമുക്ക് തിയറി പഠിക്കാം. പിന്നെ അതിൽ നമുക്ക് വളരെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്നാണ്, സെക്ഷൻ 18 കാരണം ഇത്രയും കാലം ഇൻ്റർലി ക്വസ്റ്റ്യൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഇത്രയും കാലം ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ യൂട്ടിലൈസേഷനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുക. താഴെ യൂട്ടിലൈസേഷൻ ഉണ്ട് അല്ലേ, യൂട്ടിലൈസേഷൻ ഓഫ് ITC ഉണ്ട്, അതിൻ്റെ കുറേ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ അപ്പോൾ നമ്മൾ ഒരു വൺ ഡേ നമുക്ക് ഒരു 1.5 ഡേ നമുക്ക് എന്ത് വേണ്ടി വരും, നമുക്ക് തിയറിക്ക് വേണ്ടി വരും. പിന്നെ ക്വസ്റ്റ്യൻസിന് നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ ITCയിൽ ഞാൻ കൊടുത്ത എല്ലാ ക്വസ്റ്റ്യനും വർക്കൗട്ട് ചെയ്തു. കാരണം 2 ദിവസങ്ങൾ മാറ്റി വെക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ ITC എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ITC കഴിഞ്ഞു, 2 ദിവസം ITCക്ക് മാറ്റി വെച്ചു.
പിന്നെ നമുക്ക് ടാക്സ് ഇൻവോയ്സ് ആണ്. ടാക്സ് ഇൻവോയ്സിൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്യണം നിർബന്ധമില്ല. അതിൽ തിയറി നമ്മൾ കുറേ പഠിക്കാനുണ്ട്. തിയറി പഠിച്ചേ മതിയാവും. കാരണം ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കിട്ടാൻ ചാൻസ് ഉള്ള ഏറ്റവും വലിയ ചാപ്റ്ററാണ് നമുക്ക് ഈ പറഞ്ഞ ടാക്സ് ഇൻവോയ്സ്. അതുകൊണ്ട് അതിൽ തിയറി അല്ലെ എന്താണ് റിവൈസ് ടാക്സ് ഇൻവോയ്സ്, കൺസോൾ ടാക്സ് ഇൻവോയ്സ്, ബിൽ ഓഫ് സപ്ലൈ, റെസീറ്റ് വൗച്ചർ, റീഫണ്ട് വൗച്ചർ, അല്ലെ ഇൻവോയ്സ് ഇൻ കേസ് ഓഫ് RCM, ഡെലിവറി ചലാൻ, അതുപോലെ തന്നെ പിന്നെ സപ്ലൈർ ഇസ് പെർമിറ്റഡ് ഇഷ്യൂ എനി ഡോക്യുമെന്റ്, അതാണ് ടാക്സ് ഇൻവോയ്സ്. പിന്നെ അതുപോലെ ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, അല്ലേ അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. അതൊക്കെ ക്ലിയർ ആയിട്ട് പഠിക്കണം. ഇൻവോയ്സ് ആൻഡ് ഡിജിറ്റൽ ഇറ, നമ്മുടെ ഇൻവോയ്സ് അല്ലേ, ഇൻവോയ്സ് ഒക്കെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. അതൊക്കെ പഠിക്കുക. പിന്നെ വേ ബിൽ മാൻഡേറ്ററി ആയിട്ട് പഠിക്കണം നിർബന്ധമായിട്ട്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പാൽ അതൊന്ന് പ്രതീക്ഷിക്കാം വേ ബില്ലിൽ നിന്ന്. അപ്പോൾ ഒരു ദിവസം നമുക്ക് തിയറി തന്നെ ഒരു 5 മണിക്കൂർ എങ്ങനെ വേണ്ടി വരും തിയറി പഠിക്കാൻ. പിന്നെ ഒരു മണിക്കൂർ മാത്രം ഒരു ക്വസ്റ്റ്യനിലേക്ക് മാറ്റി വെക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് അതൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഒരു 5 മണിക്കൂർ തിയറിക്ക് സ്പെൻഡ് ചെയ്യാം. 1 മണിക്കൂറൊക്കെ നമുക്ക് ക്വസ്റ്റ്യന് മാത്രം മതി. സോ അതിൽ ഞാൻ ഓരോന്നിൻ്റെയും ഇത് കൊടുത്തിട്ടുണ്ട്. ടാക്സ് ഇൻവോയ്സിൻ്റെ ക്വസ്റ്റ്യൻ വേറെ കൊടുത്തിട്ടുണ്ട്, ഇൻവോയ്സ് അണ്ടർ സ്പെഷ്യൽ കേസ് കൊടുത്തിട്ടുണ്ട്, ഡെബിറ്റ് നോട്ടിൻ്റെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻവോയ്സിൻ്റെ ക്വസ്റ്റ്യൻ വേറെ കൊടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ വേ ബില്ല് ക്വസ്റ്റ്യൻ വേറെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അല്ലേ ഓരോന്നും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനും ഈസി ആയിരിക്കും. ഓക്കെ ഫൈൻ. പിന്നെ നമുക്കുള്ളത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആണ്. പേയ്മെൻറ്റ് ഓഫ് ടാക്സിൽ തിയറിക്ക് നിങ്ങളൊരു ഞാൻ എത്ര ടൈം 2 ദിവസമാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അതിൽ തിയറിക്ക് ഒരു മണിക്കൂർ മാത്രം പേയ്മെൻറ്റ് ഓഫ് ടാക്സിൽ നിങ്ങൾ തിയറി സ്പെൻഡ് ചെയ്താൽ മതി. അതിന് മുമ്പ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ഞാൻ വിട്ടുപോയി അല്ലേ. അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ഒരു 0.5 ഡേ. അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ഒരു 0.5 ഡേ. അപ്പോൾ ടോട്ടൽ ഒരു 13 ദിവസമായി അല്ലേ. ഓക്കെ, അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ് ഒരു 0.5 ഡേ. 0.5 വേണ്ട കേട്ടോ, ഒരു മണിക്കൂറൊക്കെ മതി. അതപ്പോൾ ഞാൻ കൂട്ടണ്ട, അതിൽ കൂട്ടണ്ട. അപ്പോൾ ഒരു 1 അവർ വേണ്ട. അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് പെട്ടെന്ന് പിന്നെ പഠിച്ചു പോയാൽ മതി. അന്ന് അത്ര സംഭവമല്ല. പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഇതിൽ തിയറിക്ക് വേണ്ടി 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ അപ്പുറം എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ കളയാൻ പാടില്ല. പേയ്മെൻറ്റ് ഓഫ് ടാക്സിൽ 1.5 മണിക്കൂർ അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയേ വേണ്ട. തിയറിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യരുത്. 1.5 മണിക്കൂർ കൊണ്ട് തിയറി തീർക്കുക. പിന്നെ എന്താ സാർ ഇത്രയും 2 ദിവസം പിന്നെ എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻസ് വർക്കൗട്ട്. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ക്വസ്റ്റ്യൻസിൽ പിന്നെ ഞാൻ നിങ്ങളുടെ ബുക്കിൽ പേയ്മെൻറ്റ് ഓഫ് ടാക്സിൽ ഒരു റിയൽ ഗെയിം സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടാവും. കമ്പൽസറി ക്വസ്റ്റ്യൻസിൽ ടീസർ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട. അത് നിങ്ങൾ ബേസിക്സ് ആയിട്ട് മനസ്സിലാക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് റിയൽ ഗെയിം സ്റ്റാർട്ട് ആവും. ഇതിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഇരുന്ന് വർക്കൗട്ട് ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 1, 2 അതൊക്കെ വലിയ ക്വസ്റ്റ്യൻ ആണ്. 3, 4, 5, 6, 7, 8, 9, 10, 11, 12 അല്ലേ. 12 വലിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. ബിലീവ് മീ, ഇതൊക്കെ നാളെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇരുന്ന് വർക്കൗട്ട് ചെയ്യുക. ഒരു 10-12 മണിക്കൂർ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുക. സോ ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു ഡു. അപ്പോൾ പിന്നെ അതാണ് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്. പിന്നെ നമുക്കതിൽ ഉള്ളത് ലാസ്റ്റ് വൺ TDS TCSന് ആകെ ഒരു 0.5 ഡേ മാറ്റി വെച്ചാൽ മതി. വലിയ സംഭവമല്ല. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആകെ 2 ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് അതിൻ്റെ തിയറി ആകെ ചെറിയൊരു തിയറിയാണ്. പിന്നെ TDS TCS എന്താണ് അല്ലേ, ഒരു 0.5 ഡേ നിങ്ങൾ മാറ്റി വെച്ചാൽ മതി. ഓക്കെ, അതിലൊരു ക്ലാരിഫിക്കേഷൻ കൂടെ വായിക്കുക. അതിൽ ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണെങ്കിൽ വളരെ ചെറിയ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളൂ. ആ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് വർക്കൗട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ TDS TCSൽ ആകെ 3 ക്വസ്റ്റ്യൻസ്, ആ 3 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു GSTയിൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് GST ഒരു 13 ദിവസം കൊണ്ട് മാക്സിമം കേട്ടോ. കാരണം നമുക്ക് 6 മണിക്കൂറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ അതിലാറ് നിങ്ങൾക്ക് ഉറപ്പാലിരിക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ടൈം കുറയ്ക്കാം. ഒരു 10 ദിവസം കൊണ്ടോ 11 ദിവസം കൊണ്ടോ തീർക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇൻകം ടാക്സിന് വേറെ വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് അല്ലേ, ഇങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 12-13 ദിവസം കൊണ്ട് നമുക്ക് GST തീർക്കാം അല്ലേ. നമുക്ക് 1-2 മാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ വെച്ചാൽ ഇത് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, ഇത് പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഇപ്പോൾ ഞാൻ GST വരികയാണെങ്കിൽ GST മാത്രം ഇരിക്കേണ്ട, നിങ്ങൾ അതിൻ്റെ കൂടെ ലോ പഠിച്ചോ, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കൊണ്ടുപോകാം. അപ്പോൾ പിന്നെ രാവിലെ കുറച്ച് 2 മണിക്കൂർ ലോ പഠിച്ചോ, ബാക്കിയുള്ള സമയത്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഓഡിറ്റിംഗ് പഠിച്ചോ, ഏതാണ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്, ഒരു സബ്ജക്റ്റും കൂടെ പഠിച്ചോ. ഓക്കെ, സോ ഏതായാലും പിന്നെ അപ്പോൾ ഇനി അടുത്തതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് കിട്ടും. സോ എനിവേ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാം. സോ താങ്ക് യു വെരി മച്ച്. ബൈ.